السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാമിലൂടെയാണ് നമുക്കറിയാം. ഇതേ തക്ബീറത്തുൽ ഇഹ്റാം നമസ്കാരത്തിന്റെ റുക്നുകളിൽ പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാതെ നമസ്കാരമില്ല. എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം? തക്ബീറാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ പറച്ചിലിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാവൂ. ഇനി ഏതാണ് ഇഹ്റാം? ഉംറയ്ക്കും ഹജ്ജിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇഹ്റാം ധരിക്കാറുണ്ട്. അതിന്റെ അർത്ഥം അതിന് ശേഷം പിന്നെ പലതും ഹറാമാണ്. പല കാര്യങ്ങളും നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും, നമുക്ക് അനുവദനീയമായ പല വിഷയങ്ങളും തൽക്കാലത്തേക്ക് ആ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകുന്നത് വരെ നമുക്ക് ഹറാമാണ്. അതാണ് അതിന്റെ ഉദ്ദേശം. എന്നതുപോലെ തന്നെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഇനി പല കാര്യങ്ങളും ഹറാമാവുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, സംസാരിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും, തിരിയുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഹറാമാണ്. അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. കൈ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ഹറാമാവുകയാണ്. അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇനി എങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എന്ന്? തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈ ഉയർത്തി കൈവെക്കുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കൈവെക്കുന്നത് എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാര്യം ഇത് സുന്നത്താണ്. നമ്മൾ റുക്കിനോ വാജിബാത്തുകളോ പറഞ്ഞപ്പോൾ കൈ കെട്ടൽ എവിടെയും കേട്ടില്ല. കൈ കെട്ടുക അല്ലെങ്കിൽ കൈ കെട്ടുക എന്നുള്ളത് മലയാളത്തിലെ പ്രയോഗമാണ്. അറബിയിൽ യദുൽ യുംന അലൽ യദിൽ യുസ്റ, വലതു കൈ ഇടതു കൈയുടെ മുകളിൽ വെക്കുക എന്നുള്ളതാണ് പ്രയോഗം. ഇത് നമ്മൾ റുക്കിനിലും കണ്ടില്ല, വാജിബാത്തുകളിലും കണ്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇത് സുന്നത്താണ്. കൈ വെക്കുക എന്നുള്ളത് സുന്നത്താണ്. അതുകൊണ്ട് ഒഴിവാക്കാമെന്നല്ല, ഉറപ്പായിട്ടും നമ്മളത് എടുക്കേണ്ടവരാണ്. പക്ഷെ അതിന്റെ വാജിബാത്തിന്റെയോ റുക്കിനിന്റെയോ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. പലപ്പോഴും പല വിഷയങ്ങളും, പല തമ്മിലടികൾ പോലും, പല തരത്തിലുള്ള കലഹങ്ങൾ പോലും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു കൈ ഇടതു കൈയുടെ മുകളിൽ വെച്ചു, എന്നിട്ട് നെഞ്ചിൽ വെച്ചു. അപ്പോൾ ഏതാണ് ആ രീതി? അതിനു മുമ്പായി ആദ്യം എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്? 5 വിരലുകളും ചേർത്ത് പിടിച്ചുകൊണ്ട്, 5 വിരലുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഖിബലക്ക് അഭിമുഖമായി ഇതുപോലെ പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുക. അത് 2 രീതിയിലാകാം നമുക്കറിയാം. ഒന്നുകിൽ ചെവി വരെ ഉയർത്താം, അല്ലെങ്കിൽ ചുമല് വരെ ഉയർത്താം. ഈ 2 രീതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് വെക്കാം. ഇതിലും 3 രീതികളുണ്ട്. ഒന്നുകിൽ ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറയാം, എന്നിട്ട് കൈവെക്കുക. അല്ലെങ്കിൽ കൈവെക്കലും അല്ലാഹു അക്ബർ ഒന്നിച്ച് അല്ലാഹു അക്ബർ ഇതുപോലെ. അതല്ലെങ്കിൽ കൈവച്ചതിന് ശേഷം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ 3 രീതിയും സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എങ്ങനെയാണ് കൈവെക്കേണ്ടത് എന്നുള്ളതാണ്. 2 രീതികളാണുള്ളത്. ഒന്ന്, നമ്മളുടെ വലത് കൈയിന്റെ 4 വിരലിന്റെ അറ്റവും തള്ളവിരലിന്റെ അറ്റവും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ രീതിയിൽ, അത് ഇവിടെ ഈ നമ്മളുടെ റിസ്റ്റില് മണിബന്ധം എന്നാണ് അതിന് പറയാൻ മലയാളത്തിൽ, അവിടെ വെക്കുന്ന രീതിയിലാണ് ഉള്ളത് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഈ 2 റിസ്റ്റും 2 ജോയിന്റും തമ്മിൽ വലത് കൈന്റെയും ഇടത് കൈന്റെയും ചേർന്ന് ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ വെക്കുന്ന രീതി. ഈ 2 രീതിയാണ് കൈവെക്കുന്നതിനുള്ളത്. ഇതാണ് സുന്നത്തായിട്ടുള്ള രീതി. ഇനി കൈ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളതാണ്. അതും വലിയ വലിയ തർക്കങ്ങൾക്ക് കാരണമായിട്ടുള്ള ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കുക. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചത് നെഞ്ചത്താണ്. നെഞ്ചെന്ന് പറഞ്ഞാൽ കഴുത്തിന് താഴെ വയറ് തുടങ്ങുന്ന ഈ സ്ഥലം, ഇതേതും നെഞ്ചാണ്. എവിടെ വേണമെങ്കിലും നെഞ്ചത്ത് നമുക്ക് വെക്കാം. ഇതിവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഈ വയറ് തുടങ്ങുന്ന സ്ഥലം വരെ നെഞ്ചാണ്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതിനിടയിൽ
എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, മദ്ഹബുകളുടെ സ്വാധീനമാണ്. സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, എന്താണ് മദ്ഹബ്, എന്തിനു വേണ്ടിയിട്ടാണ് മദ്ഹബ്. ഈ മദ്ഹബിന്റെ ഇമാമുമാരെ തള്ളപ്പെടേണ്ടവരാണോ, അല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടേണ്ടവരാണോ, ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണോ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതാണ് മദ്ഹബ്? മദീനയിൽ നിന്നൊരു ഇമാം മാലിക്, ഇറാഖിൽ നിന്നൊരു ഇമാം അബൂ ഹനീഫ, ഇവർ രണ്ടുപേർക്കും ഇടയിൽ പല അഭിപ്രായ ഭിന്നതകളും ഉണ്ടായി. കാരണം മദീനയിലുള്ള ഇമാം മദീനയിലാണ്, സ്വാഭാവികമായിട്ടും കുറെ ഹദീസുകൾ അദ്ദേഹത്തിന് കിട്ടും. ഇറാഖിലുള്ള ഇമാമിന് ഹദീസുകൾ കിട്ടൽ സാധ്യത കുറവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഫത്വകൾ കൊടുക്കേണ്ടി വരും. എന്നാൽ ഇവിടെ രണ്ട് ഇമാമുമാരെയും ഒരു ശിഷ്യത്വം സ്വീകരിച്ച ഇമാമാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം എന്ത് ചെയ്തു? ഈ രണ്ട് ഇമാമുമാരുടെ അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഈ 4 ഇമാമുമാരുടെ പേരിലാണ് മദ്ഹബുകൾ, പ്രധാനപ്പെട്ട മദ്ഹബുകൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഒരുപാട് മദ്ഹബുകൾ വേറെയുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന 4 മദ്ഹബുകളാണുള്ളത്. എന്താണ് ഈ ഇമാമുമാർ ചെയ്തത്? ഇവരെന്ത് ചെയ്തു? ഇവർ വലിയ മുജദ്ദിദുകളായിരുന്നു. അന്ന് അവിടെയുള്ള ആളുകൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അവരാൽ കഴിയുന്ന ശ്രമങ്ങൾ അവർ നടത്തി. ഇതേ അവർ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഈ 4 ഇമാമുമാരുടെയും കാലത്ത് ഇല്ലാതിരുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഇൽമുൽ ഹദീസ്. ഹദീസ് എന്ന് പറയുന്ന അതിന്റെ ആ ശാസ്ത്രശാഖ അതന്ന് രൂപപ്പെട്ടിട്ടില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹി അവർ അവരുടെ സ്വഹീഹ് രചിച്ചിട്ടില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ഇമാമുമാർക്കും തങ്ങൾ പറയുന്ന ഹദീസുകൾ സ്വഹീഹാണോ ദഈഫാണോ എന്ന് അറിയില്ലായിരുന്നു. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ അവർ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു കൊടുത്തു. അവരൊരു കാര്യം കൂടി പറയാൻ മറന്നില്ല, വളരെ ശ്രദ്ധിക്കുക. അവർ പറഞ്ഞ ഒരു കാര്യം, ഇൻസഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. ഒരു ഹദീസ് റസൂലുള്ളാഹിയുടെ അടുക്കൽ നിന്ന് സ്വഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് അവർ പറഞ്ഞു. പക്ഷേ അത് അധിക അനുയായികളും അത് ചെവി കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പല അനുയായികളും, ഈ ഇമാമുമാരുടെ അനുയായികൾ എന്ത് ചെയ്തു? ഇവരാണ് ഇതൊരു മദ്ഹബാക്കി തീർത്തത്. ഒരിക്കലും ഷാഫി ഇമാം വന്നിട്ട് ഇതെന്റെ മദ്ഹബാണ്, നിങ്ങളത് സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വന്നിട്ട് ഹനഫി മദ്ഹബ് എന്ന് പറയുന്ന മദ്ഹബ് ഉണ്ടാക്കിയിട്ടില്ല. അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പിൽക്കാലത്ത് അതൊരു മദ്ഹബ് എന്ന പേരിൽ അവരുടെ പേരിൽ പ്രചരിക്കപ്പെട്ടു. നമ്മളുടെ ഇമാമിനെ പിൻപറ്റേണ്ടവരാണ് നമ്മൾ, അതുകൊണ്ട് നമ്മളുടെ ഇമാം പറഞ്ഞതേ സ്വീകരിക്കാവൂ എന്ന് ഒരു വിഭാഗം വാദിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 ഇമാമുമാരുടെ പേരിലും മദ്ഹബുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്ത് സംഭവിച്ചു? അവർ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ പിന്നീടാണ് ഈ ഹദീസുകളുടെ സ്വഹീഹും ദഈഫും എല്ലാം വേർതിരിക്കപ്പെടുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർ അധികവും സ്വീകരിച്ച പല കാര്യങ്ങളും അത് സുന്നത്തിന് സ്ഥിരപ്പെട്ടിട്ടുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സുന്നത്ത് സ്വീകരിക്കണം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇമാമുമാരുടെ അഭിപ്രായത്തിൽ പല അഭിപ്രായങ്ങൾ കാണാം. പൊക്കിളിന്റെ താഴെ കൈവെക്കണം എന്നാണ് ഹനഫി മദ്ഹബിൽ കാണുക. അതുപോലെ പൊക്കിളിനും വയറിനും ഇടയിൽ വെക്കണം എന്നാണ് ഷാഫി മദ്ഹബിൽ കാണുക. ഇതൊക്കെ അവർ അവർക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ സ്വഹീഹായി വന്ന ഒരൊറ്റ ഹദീസേ ഉള്ളൂ. വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു പറയുന്ന, സ്വല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിച്ചു. ഫവളഅ യദഹുൽ യുംന അലൽ യദിൽ യുസ്റ അലാ സദ്രിഹി, വലതു കൈ ഇടതു കൈമേൽ വെച്ചു, നെഞ്ചിന്മേൽ വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്വഹാബി പറഞ്ഞ ഒരൊറ്റ ഹദീസേ ഈ വിഷയത്തിൽ സ്വഹീഹായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ വിഷയങ്ങൾ എങ്ങനെ പഠിക്കുമ്പോൾ നമുക്കതൊരു സമാധാനം. എന്തുകൊണ്ട് നമ്മൾ നെഞ്ചത്ത് കൈവെക്കുന്നു, ബാക്കിയുള്ളവർ പലയിടത്തും വെക്കുന്നു, എന്തിനാണ് ഞാൻ നെഞ്ചത്ത് വെക്കുന്നത് എന്ന് എനിക്കറിയില്ലെങ്കിൽ അതിലൊരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത മാതൃകയാണ് ഞാൻ പിൻപറ്റുന്നത് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൈവെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഈ രീതി തക്ബീറത്തുൽ ഇഹ്റാം, ഇനി കൈ വെക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു അത് സുന്നത്താണ്. അതിന്റെ പേരിൽ നിസ്കാരത്തെ ഒന്നും ബാധിക്കില്ല. കൈ അഴിച്ചിട്ട് ഒരാൾ നിസ്കരിച്ചാലും അയാളുടെ നിസ്കാരത്തെ അത് ബാത്തിലാക്കുകയില്ല എന്ന് ഉലമാക്കൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. ഇനി നാളെ മുതൽ കൈ അഴിച്ച് നിസ്കരിക്കാൻ നിൽക്കേണ്ട ആരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്
യഥാർത്ഥ രീതിയിലാണ് നമ്മൾ പിൻപറ്റേണ്ടത്. പക്ഷെ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും വേണം. ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുക. രണ്ടാമതായി ഉള്ള ഒരു കാര്യം പ്രാരംഭ പ്രാർത്ഥന. ഇനി ഒരു ക്ലാസ് അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ സ്റ്റൂളിന്റെ മേലെ നിങ്ങൾക്ക് ഇത് എടുക്കാം ഇൻഷാ അല്ലാഹ്. ഇതിൽ പ്രാരംഭ പ്രാർത്ഥനകളുണ്ട്. അപ്പൊ നമ്മളിത് കഴിഞ്ഞാൽ തുടങ്ങുന്നത് പ്രാരംഭ പ്രാർത്ഥനയാണ്, ദുആഉൽ ഇസ്തിഫ്താഹ്. അതില് 3 രൂപങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ഉള്ളത്. അതില് സാധാരണയായിട്ട് നമ്മൾ എളുപ്പത്തിൽ പ്രാർത്ഥിക്കാറുള്ള സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക തബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക അതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ട്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ഈ 3 പ്രാർത്ഥനകളും ഈ ഒരു കടലാസിൽ നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾക്ക് എടുക്കാം. അത് നമ്മൾ ഇനി മുതൽ നമ്മൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ നമസ്കാരത്തിന് അള്ളാഹുവിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മൾ അറിയുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നു. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല കഴിവതും അറിഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തിലേക്ക് അമലുകളാക്കി അത് പരിവർത്തിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.